സപ്പോർട്ട് എന്നായിരിക്കുന്ന കേസ് നമ്മുടെ വിസാർഡ് മൈൻക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേസ്. അപ്പോൾ നമ്മൾ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ഒന്നല്ല തുടങ്ങിയേക്കണത്. മൈൻക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽസ് ആയിട്ട് നമ്മൾ ഫാമുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേസ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം തന്നെ. അവർക്കൊക്കെ ഒന്ന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത് കേസ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഒരുത്തം നിൽക്കണം കേസ്. അപ്പോൾ അവനെ ഞാൻ കൊന്നോളാം എല്ലാ കേസ്. പിന്നെ ഒരു ഷുഗർ കെയിൻ ഫാമാണ് കേസ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കുന്നത്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേസ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ അറിയാത്തവർക്കും വേണ്ടിയൊക്കെയാണ് കേസ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ബേസ് നമുക്ക് നേരെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാം കേസ്. പോയിട്ട് ഉണ്ടാക്കാനായിട്ട് കേസ് ഒരു ഇത്തിരി പ്ലെയിനായിട്ട് സ്ഥലം ചെറിയൊരു ഷുഗർ കെയിൻ ഫാമാണ്. അത്ര പ്ലെയിനൊന്നും വേണ്ട കേസ്. നമുക്ക് ഇവിടെ ഉണ്ടാക്കാം കേസ്. ഫസ്റ്റ് കേസ് നമുക്കൊരു 3 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കണം കേസ്. 3 മതി കേസ്. 3 ഇങ്ങനെ പൊട്ടിച്ച് വെക്കണം. എന്നിട്ട് കേസ് നമുക്കൊരു ഹോപ്പർ വേണം. ഹോപ്പർ എടുക്കട്ടെ കേട്ടോ കേസ്. ഹോപ്പർ വേണം കേസ്. നമ്മൾ ക്രിയേറ്റീവിൽ എൻ്റെ വേറൊരു വേൾഡാണ്. ഇതിൽ നമ്മൾ ക്രിയേറ്റീവിൽ എല്ലാ ഫാം ഉണ്ടാക്കി കാട്ടുന്നത്. എല്ലാ ഫാം എന്ന് പറഞ്ഞാൽ പകുതിയോളം ഫാം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരും. നമുക്കൊരു ഹോപ്പർ വേണം. പിന്നെ ഒരു ചെസ്റ്റും വേണം കേസ്. നമുക്കൊരു ചെസ്റ്റ് എടുക്കാം. ഇത് നമ്മുടെ 2 ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ കേസ് നമുക്കൊരു ഹോപ്പർ, നമ്മുടെ കയ്യിലുള്ള ഹോപ്പർ എടുത്തിട്ട് ഒന്ന് ഇരുന്നിട്ട് അതുമ്പോൾ നിൽക്കണം. ആ ഒരു ചെസ്റ്റിൻ്റെ മുകളിൽ നെക്കിയിട്ട് വെക്കണം കേസ്. ഇപ്പോൾ കേസ് അത് കണക്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാനായിട്ട് നമുക്ക് ഈ ഹോപ്പറിലേക്ക് ഇട്ട് എന്തെങ്കിലോട്ട് ഇടുകയാണെങ്കിൽ അത് നേരെ പോയിട്ട് ഇതിലോട്ട് വരും. ഇപ്പോൾ കേസ് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറേ നേരമായി നോക്കിയത്. ഇനി പോടാൻ പറ്റി. അപ്പോൾ കേസ് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഞാൻ കേസ് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നടുക്കത്തെ ബ്ലോക്ക് പൊട്ടിക്കണ്ട. ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇതുമൊരു ഇത് വെക്കണം. അതെന്തിനാന്ന് ഞാൻ കുറച്ച് വേണ്ടി പറഞ്ഞുതരാം. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിക്കണം. സ്റ്റേഴ്സ് വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതിന് മേളിൽ ഡിസ്പെൻസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡിസ്പെൻസറാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബ്ലോക്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു 3 ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ച് കളയണം. ഈ ബ്ലോക്കിൽ ഈ 3 ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. ഓക്കെ, ഈ 3 ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നടുക്കുള്ള ഈ ബ്ലോക്ക് ഞാൻ നിൽക്കട്ടെ. ഈ ബ്ലോക്കിൽ ഒരു ഗ്രാസ് വെച്ചിട്ട് ഇവിടെ ഈ ഒരു റെഡ് സ്റ്റോൺ റിപ്പീറ്റർ ആകും. എന്നിട്ട് ദിവസം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് സ്റ്റോൺ ടോർച്ച് ഇട്ടിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡെർത്ത് കൂടി നോക്കാം. ജസ്റ്റ് അതിപ്പോൾ കത്തി നിൽക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് റെഡ് സ്റ്റോൺ ഡസ്റ്റ് വേണം. ഞാൻ പറയാൻ മറന്നു എന്തിനാണ് നമ്മൾ ഈ സ്റ്റേഴ്സ് ഇവിടെ വെച്ചിരുന്നത്. നമ്മളിത് ഈ സ്റ്റേഴ്സ് പൊട്ടിച്ച് ഈ വെള്ളം ഇങ്ങോട്ട് വരും. നമ്മളിപ്പോൾ സ്ലാബ് എന്തെങ്കിലും വെക്കുകയാണെങ്കിലും വെള്ളം ഇങ്ങോട്ട് വരും. അതിന് സ്റ്റേഴ്സ് വെക്കുമ്പോൾ ഈ ഭാഗത്ത് വെള്ളം ഉണ്ടാവില്ല, അപ്പുറത്തെ ഭാഗത്ത് വെള്ളം ഉണ്ടാവും. സൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ റെസ്റ്റോൺ ഡസ്റ്റ് എടുക്കണം. റെസ്റ്റോൺ ഡസ്റ്റ് എടുക്കുക. എന്നിട്ട് ഈ റെസ്റ്റോൺ ഡസ്റ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു ഗ്യാസ് ബ്ലോക്ക് വേണം. അപ്പോൾ ഇത് വെക്കാൻ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്. സിമ്പിളാണ്. ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെയിലും ആവണല്ലോ ഇപ്പം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് വേണ്ട, ഡിസ്പെൻസറുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്ലിക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞത് ലാസ്റ്റ്. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു ഇത് എടുക്കണം. ലിവറാണ്. ഈ ലിവർ ഉണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കായിട്ടുണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു. പറ്റണ പോലെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ തുടക്കത്തിലെ വീഡിയോ ആണ്. വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറ്റണ പോലെയൊക്കെ ഒന്ന് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഞാൻ പരമാവധി വീഡിയോ ഒക്കെ സെറ്റാക്കി എടുക്കുക. നമുക്കിത് ഓഫാക്കി വെക്കാം. എന്തൊക്കെയാലും നമുക്ക് 2 പിസ്റ്റൺ വേണം. 2 പിസ്റ്റൺ മതി. നമുക്ക് 2 പിസ്റ്റൺ എടുക്കാം. പിസ്റ്റൺ എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് അതിൻ്റെ മുകളിലും വെക്കണം. ഇങ്ങനെ നമ്മുടെ നേരെ വെക്കണം കേസ്. ഇത് അത് ഞാനൊരു ടോർച്ച് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ടോർച്ചിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെക്കണം. ഇനി എനിക്ക് ടോർച്ചിൻ്റെ ആവശ്യമില്ല കേസ്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. സിമ്പിളാണ്. നമുക്ക് നമ്മുടെ മെയിൻ സംഭവം കൊടുക്കണം. എന്തുട്ടുണ്ടാക്കേണ്ടത് അതെടുക്കാൻ മറന്നു. ഈ ഷുഗർ കെയിൻ എടുക്കാൻ മറന്നു. ഈ ഷുഗർ കെയിൻ എടുത്തിട്ട് ഈ ഷുഗർ കെയിൻ ഇവിടെ നടാം. കാരണം വെള്ളം ഉണ്ടെങ്കിൽ ഈ ഷുഗർ കെയിൻ നടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് വെച്ചിട്ട് മൂടാനായിട്ട് നമുക്ക് ഇതൊക്കെ കാണാനായിട്ട് ഇതെങ്ങനെ വർക്കാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മൂടി നടാം. ഇനി ചെയ്യേണ്ടത് ഹോപ്പർ എടുത്തിട്ട് ഈ ചെസ്റ്റിലോട്ടല്ല കണക്ട്, ഈ ഡിസ്പെൻസറിലോട്ട് കണക്ട് ചെയ്യണം. ഇരുന്നിട്ടൊന്ന് ഇത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഒരു ഇത് വെക്കണം. ചെസ്റ്റ് ഇത് വെക്കണം. ഇത് നേരെ നമ്മൾ ഈ ചെസ്റ്റിൽ എന്തിട്ടാലും ഇത് നേരെ ഡിസ്പെൻസറിലോട്ട് ചെയ്യും. ലാസ്റ്റ് പറഞ്ഞുതരാം.
നമുക്കൊന്ന് മൂടാം. ഓക്കെ, ഇപ്പം ഇതിന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മുടെ ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ലിവർ നമ്മൾ നിൽക്കുമ്പോൾ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ. ഇത് നമുക്ക് ബോൺവീൽ വേണം. ഗസ് ഈ ഫാമിലെ മെയിൻ സംഭവം ബോൺവീലാണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ ബോൺവീൽ. ഞാൻ ഒരു ബോൺവീൽ ഫാമിൻ്റെ വീഡിയോ ഇടാം. ഈ സൈൻ പോകാൻ വേണ്ടി നമുക്കൊരു ബോൺവീൽ എടുത്തിട്ട് ബോൺവീൽ നമുക്ക് കുറേ വേണ്ടി വരും. എന്നാലും നമുക്ക് അതിനകത്തുള്ള ഇത് കിട്ടുള്ളൂ. നമുക്ക് ഈ ബോൺവീൽ എടുത്ത് ഇതിലോട്ട് വെക്കുമ്പോൾ ഇത് ഹോപ്പറിൽ കൂടെ ആ ഡിസ്പെൻസറിലോട്ട് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം നമുക്ക് അതിൽ കൊണ്ടുവയ്ക്കാം. നമുക്ക് ദൂരത്തോ സാധിക്കും. നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ നമ്മൾ അവിടെ വരെ പോകണം. പക്ഷേ ഹോപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഹോപ്പറിൽ ജസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോപ്പറിൽ തന്നെ ആയാലും വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. ഈ ഡിസ്പെൻസറിലോട്ട് ഇപ്പോൾ ഇത് പോയിട്ടുണ്ടാവും, നമ്മുടെ ബോൺവീൽ പോയിട്ടുണ്ടാവും. നമ്മൾ നേരെ വന്നിട്ട് ഇതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി. മേളിൽ ഞാൻ മൂടാൻ മറന്നു. അതിൻ്റെ ഒരു പ്രോബ്ലമുണ്ട്. മുകളിലൊന്ന് മോറണം. ജസ്റ്റ് ഒരു മണ്ടത്തിലൊക്കെ എല്ലാവർക്കും പറ്റും. ജസ്റ്റ് നല്ലൊരു മണ്ടത്തിൽ തന്നെ കുറച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എനിക്കിങ്ങനെ പോയി കിട്ടാൻ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടായാലും പോയിക്കേണ്ടി വരും. കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനത് ഒരു മണ്ടത്തരം കാട്ടി. അതുകൊണ്ടാണ് കുറച്ചും കൂടി ബോൺവീലെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വർക്കാവുന്നത് ക്ലിയർ ആയിട്ട് കാണണ്ടാവും. വേറെ ഒന്നല്ല, ഇത് നേരെ വന്നിട്ട് ഇങ്ങോട്ട് വീഴും. ഓക്കെ, സോ എനിക്ക് ഇവിടെ കണ്ട നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാണ്. നമുക്ക് ബോൺവീലിനെങ്കിൽ പക്ക കിട്ടിയ ഫാമാണ്. നമുക്ക് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നേരെ വന്നിട്ട് വെള്ളത്തിൻ്റെ അടുത്തോട്ടില്ല, അതുകൊണ്ട് നേരെ വന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ ചെണ്ട് ഇങ്ങനെ നട്ട ആൾക്കാർ വെക്കും. ഇതാകുമ്പോൾ വളരാൻ വെയിറ്റ് ചെയ്യണം, പൊട്ടിക്കണം. അല്ലെങ്കിൽ ബോൺവീലിട്ട് പൊട്ടിക്കാനായാലും പണിയാണ്. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, വെറുതെ അങ്ങോട്ട് ഓണാക്കിയിടുക. നേരെ ഇവിടെ ലേക്കാണ് നിൽക്കുക. നമ്മൾ ജസ്റ്റ് നടന്നിട്ടുണ്ടാവും. ഇത് കുറച്ച് അങ്ങോട്ടും വരും, അത് ഇങ്ങോട്ട് എടുത്താൽ മാത്രം മതി. ഇത്രയുള്ള നമ്മുടെ ഫാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റായി കേസ് നമ്മുടെ ഫാം. ഇത്രയുള്ള കേസ്. പിള്ളേരെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. ഞാൻ കേസ് അടുത്ത ഒരേ ഫാമുകളൊക്കെ ഇടുന്നതായിക്കോളൂ. അപ്പോൾ എല്ലാവരും മറ്റൊരു വീഡിയോ അങ്ങനെ ഒരു ബൈ കേസ്.